അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് നമ്മൾക്ക് മസാല ദോശ റെഡിയാക്കാം. ഒരു മസാല ദോശയുടെ റെസിപ്പിയാണ് ഇന്ന് നമ്മളിവിടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ മസാല ദോശ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സംഭവമാണല്ലോ. അപ്പോൾ ഇത് എങ്ങനെ റെഡിയാക്കണം നോക്കാം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് താമസിയാതെ തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഈ മസാല ദോശ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 ഗ്ലാസ് പച്ചരി വെള്ളത്തിലിട്ടിട്ട് കുതിർക്കാൻ വെക്കുക. 2 ഗ്ലാസ് പച്ചരി നമ്മൾ സാധാ പച്ചരിയാണ് കേട്ടോ. ഈ കുപ്പി ഗ്ലാസ്സിന് 2 ഗ്ലാസ് പച്ചരിയാണ് നമ്മൾ എടുത്തത്. നിങ്ങൾക്ക് നിങ്ങളുടെ അളവിനനുസരിച്ച് എടുക്കാം. അപ്പോൾ ഇതുപോലെ 2 ഗ്ലാസ് പച്ചരിക്ക് ഞാൻ 1 ഗ്ലാസ് ഉഴുന്നും കൂടെ എടുത്തിട്ട് നല്ല കഴുകുക. നല്ല കഴുകിയിട്ട് നല്ല വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ കുതിർക്കാൻ. പിന്നെ നമ്മൾ ആ വെള്ളം കളയൂല. അപ്പോൾ അത് നല്ലൊന്ന് കഴുകിയെടുത്ത് ഇനി ഇതിലേക്ക് കുറച്ച് ഒരു 1/4 ഗ്ലാസ് ആവിൽ, ആ ഗ്ലാസ്സിന് തന്നെ ഒരു 1/4 ഗ്ലാസ് അവിലും കൂടി എടുത്തിട്ടുണ്ട്. അത് ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. അത് ഈ പച്ചരി ഉഴുന്നും കഴുകി അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് 1 സ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കുക. ഒരു 3 മണിക്കൂർ 2-3 മണിക്കൂർ വെച്ചാൽ മതി കുതിർന്ന് കിട്ടാൻ. അത് ഈ വെള്ളം നല്ല വെള്ളം ഒഴിക്കുമ്പോൾ കഴുകിയൊക്കെ വൃത്തിയാക്കിയിട്ടാണല്ലോ വെള്ളത്തിലിടുന്നത്. അപ്പം ഈ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. അപ്പോൾ നല്ല കുതിർന്ന് വന്നിട്ടുണ്ട്. ഞാനൊരു 3 മണിക്കൂർ വെച്ച് ഇനി ഇത് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല ഒന്ന് അരച്ചെടുക്കണം. നല്ല ഫൈനായിട്ട് തന്നെ നല്ല അരച്ചെടുക്കാം. അപ്പം ഞാനിത് മിക്സീൻ്റെ ജാറിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് മുഴുവനായിട്ട് അരച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ 2-3 പ്രാവശ്യമായിട്ടാണ് ഞാനത് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഈ വെള്ളം തന്നെ മതി ഇത് അരച്ചെടുക്കാൻ. എനിക്ക് വേറെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അരച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം അധികം മാവ് തിക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം വെള്ളം കുറച്ച് പാകത്തിന് ചേർത്തി കൊടുത്താൽ മതി. ഇപ്പോൾ ഈ വെള്ളത്തിൽ തന്നെ അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ അത് ഫസ്റ്റ് ട്രിപ്പ് അരച്ചെടുത്തു. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അതിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഇനി ബാക്കിയുള്ള അരിയും കൂടെ ഇതുപോലെ തന്നെ ഞാൻ മുഴുവനാക്കി അരച്ചെടുക്കട്ടെ. അപ്പോൾ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി അതുപോലെ തന്നെ ഇനി ഇതും കൂടെ നല്ല ഒന്ന് അരച്ചെടുക്കാം. നമ്മളിത് മുഴുവനായിട്ട് അരച്ചെടുത്തിട്ട് കാണിക്കാം. അപ്പോൾ അത് മുഴുവനായിട്ടും ഞാൻ അരച്ചെടുത്തു. അപ്പോൾ ഇത് മാവ് കുറച്ച് നല്ല കട്ടിയായിട്ടല്ല തിക്കായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം ഈ മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, അധികം ഒന്നും വെള്ളം ഒഴിക്കണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നല്ലൊന്ന് മുഴുവൻ മാവും എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ നല്ലൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചിട്ട് വെക്കാം. ഈ മാവ് ഒരു 8 മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റിന് വേണ്ടി വെക്കണം. ഞാൻ നല്ല അടച്ച് വെക്കുകയാണ്. ഞാൻ വൈകുന്നേരമാണ് അരച്ചിട്ടുള്ളത്. നമുക്ക് രാവിലെ ആകുമ്പോൾ എടുത്താൽ മതി. അപ്പം ഇനി അതിലേക്കുള്ള മസാല റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് നല്ല ഉടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരു ചീനച്ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ഇനി വെളിച്ചെണ്ണ നല്ല ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് നല്ല ജീരകം ഇട്ട് കൊടുക്കാം. നല്ല ജീരകം ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഇഞ്ചി ഇട്ട് കൊടുത്തിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്തിട്ട് പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഇട്ട് നല്ലൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഇതായി വരുമ്പോൾ കറിവേപ്പിലയും വറ്റൽമുളകും ചെറുതാക്കി മുറിച്ച് വെച്ചതാണ്, അതൊന്ന് ഇതിലേക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വറ്റൽമുളകൊക്കെ നല്ലൊന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മസാലപ്പൊടികളൊന്നും ഇതിലേക്ക് ആവശ്യമില്ല. മുളക് പൊടിയോ മല്ലിപ്പൊടി ഒന്നും വേണ്ട. മുളക് പൊടി ചിലവർ ഇടാറുണ്ട്, വേണമെങ്കിൽ കുറച്ച് മാത്രം ഇട്ടാൽ മതി. ഞാൻ ഇടണില്ല. ഞാൻ ഈ മഞ്ഞൾപ്പൊടി മാത്രമാണ് ഇപ്പോൾ മസാലപ്പൊടിയായിട്ട് ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ. ഈ സവാള ഇട്ടിട്ട് നല്ല ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടുമ്പോൾ സവാള വേഗം വഴന്ന് കിട്ടുമല്ലോ. ഉരുളക്കിഴങ്ങ് നമ്മൾ വേവിച്ചപ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അധികം ഉപ്പൊന്നും ചേർത്തേണ്ട ആവശ്യമില്ല. ഇനി അത് വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർത്തിട്ട് ഉപ്പ് വേണം നോക്കിയിട്ടൊക്കെ ചേർത്താൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഈ സവാള ഒന്ന് വഴന്ന് വരാൻ വേണ്ടി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ സവാള നല്ല ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒഴിച്ച് വെച്ച ഇത് പിന്നെ അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല ഉടച്ചൊക്കെ വെച്ചപ്പോൾ ഡ്രൈ വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഒന്ന് ലൂസാക്കി എടുക്കാം. അധികം ലൂസൊന്നും വേണ്ട, കുറഞ്ഞത് മാത്രം. ഇനി ഉപ്പൊക്കെ വേണമെന്ന് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. പിന്നെ അവസാനമായിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഓഫ് ചെയ്യാം. അപ്പം മസാല നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ. ഇപ്പം നമ്മളെ ദോശയിലേക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്നും ഇറക്കി വെച്ചിട്ട് നമുക്ക് പിന്നെ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ദോശൻ്റെ മാവ് പിന്നെ എടുത്ത് നോക്കിയപ്പോൾ നല്ല പൊങ്ങി വന്നിട്ടുണ്ട്, നല്ല റെഡി ആയിട്ടുണ്ട്. ഒരു 8 മണിക്കൂറിലധികമായിട്ട് ഉണ്ടാവും ഞാൻ അത് വെച്ചിട്ട്. അപ്പം ഞാൻ മാവ് ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പം ഞാനിപ്പോഴാണ് ഉപ്പിട്ട് കൊടുത്തത്. ഉപ്പിട്ട് അധികം പുളിപ്പൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ആദ്യമേ ഉപ്പിട്ടാത്തത്. ദോശയുള്ള ചട്ടി ചൂടാക്കി വെച്ചിട്ടുണ്ട്. ചൂട് ഓവർ ചൂട് പിന്നെ വേണ്ട. ഓവർ ചൂടായാൽ നമുക്കത് പിന്നെ ചുറ്റിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ ചൂട് അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് ചട്ടിക്കൊന്ന് ഒഴിച്ചെടുക്കാം. അത് ചൂട് പാകത്തിനായി വന്നോളും. ഞാനിത് പിന്നെ കല്ലിലാണ്, പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാനിൻ്റെ ആണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഓയിലൊന്നും പുരട്ടേണ്ട ആവശ്യമില്ല. ഇങ്ങനെ കുറച്ച് മാവ് വെച്ചിട്ട് ഇങ്ങനെ കട്ടി കുറച്ചൊന്ന് ചുറ്റിയെടുക്കുക. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് നെയ്യാണ് ഇതിന് മേലൊന്ന് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഓയിലോ വെളിച്ചെണ്ണയൊക്കെ വേണമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആക്കി കൊടുക്കട്ടെ. അപ്പോൾ ഈ നെയ്യൊന്ന് ഞാൻ എല്ലാ ഭാഗത്തൊന്ന് ഇങ്ങനെ ആക്കി കൊടുക്കണ്ട. അപ്പോൾ നമ്മൾ ഓയിലൊക്കെ ആക്കി കൊടുത്താൽ ഒന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ച ഈ മസാല ഇതിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് പിന്നെ നമുക്ക് പിന്നെ ഇങ്ങനെ മടക്കി എടുത്ത് വെക്കാം. നമ്മൾ മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതുപോലെ നമുക്ക് മുഴുവൻ മാവും ഞാൻ ഇതുപോലെ ചുട്ടെടുക്കുകയാണ്. നല്ല ടേസ്റ്റാണിത് ഇങ്ങനെ കഴിക്കാനായിട്ട്. അപ്പോൾ മസാല ദോശക്കൊക്കെ കഴിക്കണം തോന്നുമ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ മസാല ദോശ ഇതേപോലെ റെഡിയാക്കിയാൽ മതി. പിന്നെ കുട്ടികൾക്കൊക്കെ നല്ല ടേസ്റ്റാണ് മസാല ദോശ കഴിക്കാൻ. കടയിലൊന്നും പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ റെഡിയാക്കി നമുക്ക് വിശ്വസിച്ച് കഴിക്കും ചെയ്യാം. ഉണ്ടാക്കാനൊക്കെ നല്ല എളുപ്പമാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ അതിൽ ഓളൊന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും മിസ്സാവാതെ നിങ്ങളെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഇതേപോലെ എല്ലാവരും ഒന്ന് റെഡിയാക്കിയിട്ട് പിന്നെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ കഴിക്കാനായിട്ട്. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇപ്പോൾ ഇത് ഇരിക്കണത്. നമുക്കിത് പിന്നെ ചൂടോട് കൂടി കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവട്ടെ. അപ്പോൾ ഇതേപോലെ ചട്നി ഞാനിതിലേക്ക് പിന്നെ തക്കാളീൻ്റെ ചട്നി, പിന്നെ ഒരു തേങ്ങേൻ്റെ പൊട്ടുകടലും തേങ്ങയും ഇട്ടിട്ട് അരക്കണ ചട്നി ഉണ്ടല്ലോ, അതും കൂടെയാണ് നമ്മൾ റെഡിയാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.